സർ, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വലിയ സംഭവം നമ്മുടെ അതിർത്തിയിൽ നടന്നു. അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് അത് നടന്നത്. ഫെബ്രുവരി 5-ന് അവിടെ ഒരു കാശ്മീർ ഐക്യദാർഢ്യ സമ്മേളനവും റാലിയും നടന്നു. എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? അത് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നതാണ്? ഒരു തരത്തിലും ദോഷകരമായിട്ട് ബാധിക്കത്തില്ല. ഇവരെന്ത് കാണിച്ചാലും അതിന് വലിയൊരു ഗ്രാവിറ്റി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഹമാസ് തോൽവി ഏറ്റുവാങ്ങിയ സംഘടനയാണ്. ഇത്രയേ ഉള്ളൂ ഹമാസ് എന്നിപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം അടിച്ച് തരിപ്പണമാക്കിയവർ തോറ്റു തൊപ്പിയിട്ടു. പോർനിലങ്ങളിലൊക്കെ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നശിച്ച് നാറാണക്കല്ല് വെക്കും ഏതാനും ദിവസങ്ങൾക്കകം. ഇപ്പോൾ അമേരിക്കയിൽ മോദി പോയിരിക്കുക, ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ ചൈന ആക്രമണം നടത്തിയാൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഗ്യാരൻറ്റിയാണ്. മോദി ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ ട്രംപ് എന്ന് പറഞ്ഞാൽ ഗ്യാരൻറ്റിയാണ്. അദ്ദേഹം ഇപ്പോൾ ഗാസ ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക നല്ല കാര്യമാണ്. ഗാസ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അമേരിക്ക പോലെ ഇന്ത്യക്കാർക്കും പോയി താമസിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ചെയ്ത് പണം സമ്പാദിക്കാനുള്ള രാജ്യമായിട്ട് മാറും. ഇതിപ്പോൾ ലോകത്തിന് തന്നെ നാശം വരുത്തുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുക. സ്വയം നന്നാവുകയില്ല, അന്യരെ കൊല്ലുകയും ചെയ്യുന്നു. വണ്ടേ നീ നശിക്കുന്നു, ദീപവും കെടുത്തുന്നു എന്ന് പറയുന്ന രീതിയിലാണ് അവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാലസ്തീൻ സാർ, അങ്ങ് പറഞ്ഞത് നമുക്കിപ്പോൾ അങ്ങ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഹമാസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഹമാസിൻ്റെ എന്തിടപെടലുണ്ടാവാൻ? അവർ കുറേ പേര് കൂടി ഇവിടെ വന്നല്ലോ, കേരളത്തിലും വന്നല്ലോ. കോഴിക്കോട് ഹമാസിൻ്റെ ഒരു പ്രതിനിധി ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ഇസ്രായേൽ തകർന്ന് തരിപ്പണമാവുമെന്ന് വിശ്വസിച്ച സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് അവിടെ സംഘടിപ്പിച്ച ചർച്ചയിൽ ഹമാസിൻ്റെ പ്രതിനിധി വന്ന് സംസാരിക്കുകയാണ്. എന്ത് സംഭവിച്ചെന്നിട്ട് അവൻ്റെ കംപ്ലീറ്റ് അവൻ്റെ അടിവേരുകളും അറത്ത് കളഞ്ഞില്ലേ ഇസ്രായേൽ? നിമിഷങ്ങൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ? ബന്ദികളെ തിരിച്ചു കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ചില്ലേ? ഇനിയിപ്പോൾ അമേരിക്ക ഗാസ ഏറ്റെടുക്കുന്നതോടുകൂടി ഹമാസ് എന്ന് പറയുന്നത് ഒരു ഫോസിൽ മാത്രമായിട്ട് തീരും, ഒരു കാര്യമില്ലാത്ത ഒരു സംഘടനയായിട്ട് മാറും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങ് ഹമാസിൻ്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൺമുന്നിൽ തന്നെ ദൃശ്യമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഈ ഐക്യദാർഢ്യ ദിന സമ്മേളനവും വലിയൊരു ബൈക്ക് കാർ റാലിയും സംഘടിപ്പിച്ചു. ഇത് സംഘടിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. സാധാരണ നിലയ്ക്ക് എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളത് പോലെ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും എന്ന് പറയുന്ന രണ്ട് ഭീകര സംഘടനകളാണ്. ഇവരെ ഇന്ത്യയും അമേരിക്കയും ഒക്കെ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സമ്മേളനത്തിലേക്കാണ് ഈ ഹമാസ് നേതാക്കൾ വന്നിറങ്ങിയിരിക്കുന്നത്. അതിനെ അത്ര നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ടതാണോ? തീർച്ചയായിട്ടും. ഹമാസിനെ എന്തിനാണ് നമ്മൾ ഇത്ര ഭീകരമായിട്ട് കാണുന്നത്? ഹമാസ് തരികിടയായിരുന്നത് പോയി, ഇനി എങ്ങും ഇപ്പോൾ അത് മുളച്ചു വരും. ശരിയാണ് ഈ പറഞ്ഞ പോലെ. ഭാവിയിൽ ഇനിയും വീണ്ടും ഇതുപോലെ തന്നെ പുനഃസംഘടിപ്പിച്ച്, ഇപ്പോൾ ജയിലിൽ നിന്ന് വിട്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ, അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും അവരെ ശക്തരാക്കാൻ പറ്റും. പക്ഷേ അതല്ല, ഈ ഫെബ്രുവരി 5-ന് ശേഷമാണ് പതുക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. പതുക്കെ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ തടവുകാർ. പക്ഷേ അവരെല്ലാം കൂടെ ചേർന്നൊരു സംഘടിത ശക്തിയാവാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചേക്കും. പക്ഷേ അതിനും സാധ്യതയില്ല. കാരണം ട്രംപ് ഇപ്പോൾ തന്നെ ഗാസ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്, പ്രാക്ടിക്കലാണ്. അല്ല ആദർശവും പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കല്ല. അതെ, അദ്ദേഹം ഗാസ പിടിച്ചടക്കും. ഗാസ പിടിച്ചടക്കുന്നതോടുകൂടി തന്നെ ഇവർക്ക് പ്രവർത്തിക്കാനൊരു പോർനിലമില്ലാതായിത്തീരും. ഇത് നഷ്ടപ്പെട്ടു. പിന്നെ എന്ത് വാലിഡിറ്റി അവർക്കുള്ളത്? യാതൊരു വാലിഡിറ്റി ഇല്ല. ഒരു പ്രകടനം നടത്തിക്കോട്ടെ, എത്ര പ്രകടനം നടത്തി, പ്രകടനമല്ലേ നടത്താനുള്ള അവകാശമുണ്ടല്ലോ. അവിടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന് സ്വയംഭരണമുണ്ടല്ലോ, അത് നടത്തിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ബംഗ്ലാദേശിലെത്തെല്ലാം പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അത് ക്ഷേത്രധ്വംസനം നടത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങളാണ്. എന്നിട്ടും അതത്ര വലിയ ഇന്ത്യയെ വലുതായിട്ട് വല്ലതും ഏശിയോ? ഒന്നും ഏശിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഒരു പ്രകടനമൊക്കെ നടത്തട്ടെ. ഇവിടെ പണ്ട് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന സംഘടന ഇവിടെ പിന്നെ മൊബൈൽ ഫോണിൽ കൂടി കേരളത്തിൽ ഹർത്താൽ നടത്തി വിജയിപ്പിച്ചില്ലേ? കേരളത്തിൽ ഹമാസിൻ്റെ പ്രതിനിധി വന്ന് സംസാരിച്ചു. ഇതെല്ലാം നടക്കും ലോകത്തിൽ. ഇങ്ങനെ കുറേ അരാജകത്വത്തിൻ്റെ, അതുപോലെ തന്നെ മെർച്ചൻസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന മരണത്തിൻ്റെ വ്യാപാരികളുണ്ട്, അവരുണ്ടായിരിക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന സുശക്തമായിട്ടുള്ള രാജ്യങ്ങൾ അതിൻ്റെ അതിർത്തികളെ ഇപ്പോൾ പൊന്നുപോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടോട്ട് വന്ന് ഒരു കുന്തവും ഒരു ചുക്കും ചെയ്യാൻ ആർക്കും സാധിക്കാത്തത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. അല്ലാതെ അവരുടെ സന്മനസ്സുകൊണ്ടല്ല ചെയ്യാതിരിക്കുന്നത്. പേടിയും
പേടി കൊണ്ടാണ്, പേടിയും അതുപോലെ തന്നെ സുരക്ഷിതത്വം ഉണ്ടാക്കിയത് കൊണ്ടുമാണ്. അത് ഇന്നോ ഇന്നലെയല്ല, നമ്മുടെ പട്ടാളക്കാർ അവരുടെ ധൈര്യമുള്ള മനസ്സുമായി കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതിനിടയ്ക്കേക്ക് ഈ ഹമാസ് എന്ന് പറയുന്ന പാപ്പരായ സംഘടനയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. പ്രകടനം നടത്തട്ടെ, പ്രകടനത്തിൻ്റെ ബൈക്ക് റാലി നടത്തി, എന്തെല്ലാം റാലികൾ കേരളത്തിൽ അത്രയേ ഉള്ളൂ. ഇവിടെ ഫ്രീഡം മാർച്ച് എന്നും പറഞ്ഞ് നടത്തുമായിരുന്നില്ല, PF പോപ്പുലർ ഫ്രണ്ട് നടത്തുമായിരുന്നു. ഇപ്പോൾ എവിടെയത് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ ഹമാസിനെ ഇതുവരെ നിരോധിത ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കണം ഇന്ത്യ. അതാണ് ഇനി ഇന്ത്യ ചെയ്യേണ്ടത്. അവരെ ദുഷ്ടന്മാരെന്ന് വിളിക്കാൻ നമുക്ക് മടിക്കേണ്ട കാര്യം. പറഞ്ഞത് ശരിയാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. നമ്മുടെ ഈ ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ പരിപാടിയൊക്കെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നടന്നത്. പരിപൂർണമായിട്ടും പാകിസ്ഥാന്റെ പിന്തുണയോടെ നടന്നതാണ്. പക്ഷെ ഫെബ്രുവരി 4-ാം തീയതി തന്നെ ഇന്ത്യ ഒരു ഉന്നതതല യോഗം, ദേശീയ സുരക്ഷാ സമിതിയുടെ ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്തു. അവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ 4-ാം തീയതിയും 5-ാം തീയതിയും നമ്മൾ യോഗം ചേർന്ന് അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവിടുത്തെ സംഭവങ്ങൾ. അതിൽ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ സഹോദരൻ തൽഹ സെയ്ഫാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ അവിടെ നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇനി അതിനെ സംബന്ധിച്ച് മുതിർന്ന ഈ ഭീകര സംഘടനകളിലെ വളരെ മുതിർന്ന ഭീകരന്മാരെല്ലാം അതിൽ പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരവും. പക്ഷെ അമിത്ഷായുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം എന്തോ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതെന്താണ് എന്നിനി നടപ്പാകുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും വിവരങ്ങളാണ് എനിക്ക് ഈ വിഷയത്തിൽ ലഭിച്ചത്. അങ്ങയോട് പറയാനുള്ളത് അതായത് റാവൽകോട്ടി വെച്ച് ഡോക്ടർ ഖാലിദ് അൽ ഫലാദിനി എന്ന് പറയുന്ന ആൾ, അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആൾ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു യോഗം ചേർന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു ഇന്ത്യക്ക്? ഇവന്മാരൊക്കെ ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത നേതാക്കന്മാർ അധികാരികളെ അല്ല, ഭീകരവാദികളാണ്. ഭീകരവാദികളും അഭയാർത്ഥികളുമാണ്. ഇപ്പോൾ ഹമാസ് എനിക്ക് തോന്നുന്നു പാക് ഒക്കുപ്പൈഡ് കാശ്മീരി വന്നിരിക്കുന്നത് അഭയാർത്ഥികളായിട്ടാണ്. അവർ ഖത്തറിൽ നിലനിൽക്കുന്നു അഭയാർത്ഥികളായിട്ടാണ്. അവർ ആഡംബര കാറുകളിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. പട്ടിണി കിടക്കുന്ന പാലസ്തീനികളുടെ നേതാക്കളായിട്ടുള്ളവർ ആഡംബര കാറുകളിലാണ് അവിടെ ഖത്തറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ പോകുമ്പോഴും അത്തരം സന്നാഹങ്ങളോട് കൂടിയാണ് അവർ പോകാറുള്ളത്. പിന്നെ അവർ കേരളത്തിൽ വരുമ്പോഴും അത്രയും ആഡംബരങ്ങളോട് കൂടി തന്നെ പണക്കാരായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വരുമ്പോഴും, കേരളത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴും വളരെ സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാരെ പാവങ്ങളെ ചൂഷണം ചെയ്ത് അവരെ മനുഷ്യമറയായിട്ട് ഉപയോഗിക്കുന്ന ആണംകെട്ട വൃത്തികെട്ട ഭീരുക്കളായിട്ടുള്ള ആൾക്കാരാണ് ഈ ഭീകരന്മാർ. അതാണ് അതിൻ്റെ വാസ്തവം. അവരെ അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതേസമയം അവരവിടെ യോഗം ചേർന്ന ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യക്ക്. അതേസമയം അമിത്ഷായും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പ്രതിനിധികളും റോയുടെ പ്രതിനിധികളും ഒക്കെ ചേരുമ്പോൾ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതിൻ്റെ പ്രതിനിധികളും ഒക്കെ ചേർന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ അജണ്ടയായിട്ട് പറഞ്ഞിരുന്നത് ഇതൊന്നുമല്ല. ഇത് അജണ്ടയായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത്. കാശ്മീരിലെ സുരക്ഷിതത്വം, കാശ്മീരെ ഭീകരവാദി എന്നുള്ള ഒരു അജണ്ട വെച്ചാണ് അവർ ചർച്ച നടത്തിയത്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്നാണ് പറഞ്ഞത്. അതിന് ഏതാനും ദിവസങ്ങൾ മുമ്പാണോ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഭീകരവാദം നിർത്തിയില്ലെങ്കിൽ ഇനി ഞങ്ങളൊന്നും പറയാൻ പോകുന്നില്ല, ഡോട്ട് എന്നൊരു വാണിംഗ് നടത്തിയത്. അപ്പോൾ അങ്ങനെ കയറിയാണ് അവരിങ്ങോട്ട് ചെന്ന് കയറി അടിക്കാനുള്ള ശക്തിയൊന്നും അവർക്കില്ല. പക്ഷേ നമുക്ക് ശക്തിയുണ്ട്, അതിനുള്ള ധാർമ്മികതയുണ്ട്, അതിനുള്ള ന്യായവും കാരണങ്ങളുമുണ്ട്, തക്കതായ കാരണങ്ങളുമുണ്ട്. അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പം കാശ്മീരിൽ ഏതാണ്ട് നിലച്ചു കഴിഞ്ഞു. ഇനി അവർ അവശേഷിപ്പിച്ചു പോയ ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ, അതും വെടിക്കോപ്പുകൾ. അതിനിടയ്ക്കാണ് 2 ജവാന്മാർ മൈൻ പൊട്ടി. കാരണം ഇതൊക്കെ തിരിച്ചെടുക്കുമ്പോൾ ഈ ദുഷ്ടന്മാരിട്ടിട്ട് പോയിട്ടുള്ള ദുഷ്ട ആയുധങ്ങൾ എടുക്കുമ്പോൾ കുറേ മരണങ്ങൾ ഇരകളാകേണ്ടി വരും. അത് നമ്മുടെ പാവം പട്ടാളക്കാരെ ഇരകളായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും ഖേദിക്കുന്നില്ല. ഇവിടെ മനുഷ്യ സംഘർഷത്തിൽ മരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് പ്രതിഷേധിക്കാൻ കേരളത്തിൽ നിന്ന് ആരുമില്ല. ഇത് വാർത്തയാവുന്നില്ല കേരളത്തിലൊന്നും. അതിനെക്കുറിച്ചൊരു എഡിറ്റോറിയൽ എഴുതാൻ ഒരു പത്രവും ഇല്ല എന്നുള്ളതാണ് ദയനീയം. മറ്റതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുക, പക്ഷേ പ്രയോജനമൊന്നുമില്ല. അതങ്ങനെ പോട്ടെ, അത് വേറെ വിഷയം, കേരള സർക്കാരിന് പോയിക്കോട്ടെ. പക്ഷേ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു യോഗം അവരവിടെ സംഘടിപ്പിച്ചു എന്നുള്ള വാർത്ത മലയാളത്തിലെ ഒരൊറ്റ പത്രങ്ങളിൽ പോലും വന്നിട്ടില്ല. കട്ടിംഗ് ദ സൗത്ത് എന്ന രേവന്ത് റെഡ്ഡിയും അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിനുമൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ കേരളത്തിലെ പത്രങ്ങളിത് സത്യമാക്കുകയാണ്. അവർ കട്ട് ചെയ്ത് കഴിഞ്ഞു. വടക്കേ ഇന്ത്യക്ക് പ്രാധാന്യമുള്ള ഒരു വാർത്തയും
ഈ കൊടുക്കാറില്ല. കേരളത്തിനും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിനും പാലസ്തീനിലെ തീവ്രവാദത്തിനും അനുകൂലമായിട്ടുള്ള വാർത്തകൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കാനായിട്ട് ഇവിടെ ഒരു പത്രമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പത്രമുണ്ട്. ആ പത്രത്തിനെ ഇങ്ങനെ പിന്തുണയ്ക്കാൻ വേണ്ടിയോ അതുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയോ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ സാമ്പ്രദായിക എഡിറ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും അതൊക്കെ അഭിപ്രായ സ്വരൂപണത്തിനും അത് സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ്. അതുതന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ മോദിയെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയും കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടുകാർക്ക് കുറച്ചുകൂടെ തിരിച്ചറിവുണ്ട്, ആന്ധ്രാപ്രദേശിനും തിരിച്ചറിവുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ കേരള നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് മോദിയെയും അതുപോലെ തന്നെ ഇന്ത്യയെയും തിരിച്ചറിയാതെ കൊണ്ടുള്ള വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ അതങ്ങനെ വിമർശിക്കേണ്ടതില്ല. പക്ഷേ ഈ പത്രങ്ങൾ അവരുടെ ഈ അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നെറ്റിൽ കൂടെ പത്രം വായിക്കുന്നില്ല മിക്കവരും. പത്രം വായിക്കാതെ നെറ്റിൽ കൂടി ഓതറൈസ്ഡ് സൈറ്റുകളിലേക്ക് പോവുകയാണ് യുവതലമുറ ചെയ്യുന്നത്. അതിൽ കൂടി ഇത് ലഭിക്കുന്നവർക്ക് വലിയൊരു മനസ്മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് മോദിക്ക് അനുകൂലമായിട്ടും BJPക്ക് അനുകൂലമായിട്ടും വികസിത ഭാരതത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. വർഗീയതയുടേതല്ലത്. മോദി ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. രാജ്യസുരക്ഷ, അതെ, ഭീകരതയെ അടിച്ചമർത്തിയാൽ മാത്രമേ രാജ്യത്തിന് വികസിക്കാൻ കഴിയൂ എന്നുള്ള മട്ടിലുള്ള, അതേസമയം യുദ്ധം പാടില്ല, യുദ്ധത്തിൻ്റെ അവസരമല്ല ഇതെന്നും അറിഞ്ഞുള്ള തീരുമാനമാണ് മോദി എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടതൊക്കെ അവിടെ ഗവൺമെൻറ് ചെയ്തോളും. നമ്മളതിനെക്കുറിച്ച് അമിതമായിട്ടൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാകിസ്ഥാൻ ഇന്ന് നമുക്കൊരു ഭീഷണിയല്ല. പിന്നെ എങ്ങനെയാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഒരു ഭീഷണിയാവുന്നത്? ഇപ്പോൾ ഭീഷണിയല്ല, പിന്നെ ഭീരുക്കളായിട്ടുള്ള ഭീകരന്മാർ അവിടെ ഇരുന്നു കൊണ്ട് ചില നാശപ്രവൃത്തികൾ, ചാവേർ സ്വയം മരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടാവാം, ഇനിയും ഉണ്ടാവും. ആർക്കും എപ്പോൾ വേണം ഒരുത്തനെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിയും. ഏറ്റവും നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഒരാളിനെ കൊല്ലുക അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തെ കൊല്ലുക എന്ന് പറയുന്നത്. അതവർക്ക് ചെയ്യാൻ കഴിയും. അതും എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണിപ്പോൾ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ മുസാഫർ പൂർ എന്ന് പറയുന്ന പ്രദേശം ഒക്കെ ഇന്ത്യയുടെ മാപ്പിലുള്ളതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗമായി തീരും. പിന്നെ അവിടെ ഒരു ഹമാസും കാലെടുത്ത് കുത്താൻ ധൈര്യപ്പെടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.